ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊട്ടാറ്റോ ഗ്രീൻ പീസ് കറിയാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എപ്പം പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിലുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രീൻ പീസ് കറി, പൊട്ടാറ്റോ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ ഗ്രീൻ പീസ് കറി. നമുക്ക് പൊട്ടാറ്റോ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതിന് ആദ്യം ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എടുത്ത് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക്, ജീരകം ചേർത്ത് കൊടുക്കണം. ആദ്യം കടുക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകമാണ്, അത് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു വറ്റൽമുളക് ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 എണ്ണം ചെറുതാണ്, ഞാൻ അതുകൊണ്ടാണ് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി 3 എണ്ണം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റുന്നതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഞാനിപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സൈസിലുള്ള 6 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് പറയുന്നില്ല ഉപ്പ് എങ്ങനെ ചേർക്കുന്നതെന്ന്. ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോവുള്ളൂ. 5 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തിക്നെസ്സൊക്കെ വരുന്നതിനും ഒരു ടേസ്റ്റിനും നല്ല വ്യത്യാസം ഉണ്ടാകും കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 500 ml ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുടുവെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിളച്ച് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലൊക്കെ ആയിട്ട് തന്നെ നമ്മളിതൊന്ന് തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം, ഒരു 500 ml കൂടെ വെള്ളം, ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. അടച്ച് വെച്ചിട്ട് വേണം 15 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് നമ്മുടെ കറി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ കൂടെ കുറച്ച് 2-3 പച്ചമുളക് ഒന്ന് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മതി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ക്യാപ്സിക്കം ഇവിടെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും തീർത്തും ഓപ്ഷണലാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഡിഷാണ്. അതുപോലെ പൂരിയുടെ കൂടെയൊക്കെ, ഭട്ടൂര, അങ്ങനെ നാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെജിറ്റേറിയൻ ആണ്, നല്ല ടേസ്റ്റാണിത്. ഈസി ആയിട്ടും തന്നെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.